ഭരണിക്കാവ് പള്ളിക്കൽ കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന പള്ളിക്കൽ ഫ്രണ്ട്സ് വോളി ക്ലബിന്റെ നവീകരിച്ച സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നടന്നു. വോളിബോൾ ടൂർണമെന്റിനും തുടക്കമായി. ഭരണിക്കാവ് പള്ളിക്കൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പള്ളിക്കൽ ഫ്രണ്ട്സ് വോളിബോൾ ക്ലബിന്റെ നവീകരിച്ച സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നടന്നു. വോളിബോൾ ടൂർണമെന്റിനും തുടക്കമായി. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വലിയ പിന്നിൽ ആവേശകരമായിട്ടുള്ള വാശിയേറിയ മത്സരങ്ങൾക്കായിരിക്കും തീർച്ചയായിട്ടും ഈ കളികൾ അതിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഇന്ന് കേരളം വലിയൊരു ആവേശത്തിലാണല്ലോ. മെസ്സി വരുന്നത് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവരാണ് കേരളത്തിൽ. എല്ലാ കായിക പ്രേമികളാണ് കേരളത്തിലെ ജനങ്ങൾ അധികവും. ഞാൻ ആലോചിക്കുമായിരുന്നു, പലയിടങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊക്കെ വലിയ വരുവാണ് മെസ്സിയെ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അത്രയധികം നമ്മളെപ്പോഴും ഓർക്കും, നമ്മൾ എല്ലാ രാജ്യങ്ങളുടെയും സപ്പോർട്ടേഴ്സാണ്. കുറേ പേര് ബ്രസീൽ ഫാൻ, അർജന്റീന, ഓരോ എടുത്തും ഇപ്പോൾ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്, വോളിബോൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ബാഡ്മിൻ്റൺ ഇഷ്ടപ്പെടുന്നവർ, അങ്ങനെ എല്ലാ സ്പോർട്സ് പ്രേമികളാണ്. എന്നാൽ ഇന്ന് കേരളത്തിലെ ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുന്ന ഒരു നയം വായനയിലൂടെ ചെറുപ്പക്കാരെ കൂടുതൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുക, ഒപ്പം ഗ്രൗണ്ടുകളെ സജീവമാക്കിക്കൊണ്ട് ചെറുപ്പക്കാരെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുക, ഒപ്പം അവർക്ക് കായിക വിനോദമാകട്ടെ ലഹരി എന്ന വലിയ ക്യാമ്പയിനാണ്. അതിൻ്റെ ഭാഗമായ ഒരു വലിയ പരിപാടിയൊക്കെ കായിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ബഹുമാനായിട്ടുള്ള സ്പോർട്സ് മിനിസ്റ്റർ അബ്ദുൾ റഹ്മാൻ മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ലഹരിക്കെതിരെയുള്ളൊരു വലിയ വോക്ക് എല്ലായിടത്തും ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഗ്രൗണ്ടുകളുടെ അപര്യാപ്തത മൂലം തന്നെ ചെറുപ്പക്കാർക്ക് പലപ്പോഴും പണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് മൈതാനങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അത് പ്രൊഫഷണലായിട്ടൊന്നും ചെയ്തതല്ല. പക്ഷേ ഇക്കാലത്ത് എല്ലായിടങ്ങളിലും വീട് വന്നു, സ്ഥലങ്ങളുടെ കുറവ് വന്നു, സ്കൂളുകളിൽ മാത്രമായി നമ്മൾക്ക് മൈതാനങ്ങൾ അവശേഷിക്കുമ്പോൾ, സ്ഥലമില്ലായ്മ ഒരു വലിയ പ്രശ്നമായി നിൽക്കുമ്പോൾ തന്നെ ചെറുപ്പക്കാരോട് ഒരു പരിധി കവിഞ്ഞ് ആ ഒരു കാലത്തിലേക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കാനായിട്ട് കഴിയാത്ത സാഹചര്യത്തിലാണ് ഗവൺമെൻറ് പ്രഖ്യാപിത നയമായി തന്നെ സ്പോർട്സ് നയം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ധാരാളം കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ക്ലബ്ബ് സെക്രട്ടറി K. ബിനീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. MS അരുൺകുമാർ MLA വോളിബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ഏറെ സ്നേഹത്തോടെ അറിയപ്പെട്ട ശ്രീമതി സലോമി രാമമേരിയുടെ നിറഞ്ഞ സ്നേഹത്തോടെ ഒരു ജനപ്രതിനിധി എന്നുള്ളത് ഞാനിവിടെ സ്വാഗതം ചെയ്യുകയാണ്. അവരുടെ ജീവിതം നമ്മുടെ ഓരോരുത്തർക്കും മാതൃകയാണ്, പ്രചോദനമാണ് എന്നുള്ളതുകൂടി സൂചിപ്പിക്കുന്നു. വേദിയെ സന്നിഹിതരായിട്ടുള്ള മനോജ് സാറുണ്ട്. വിഷമൂർ കോളേജിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ട്രെയിനിങ് ചെയ്യിക്കുന്നുണ്ട് മനോജ് സാറ്. എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് സാറിന്. ഇവിടെ സന്നിഹിതരായിട്ടുള്ള ജനപ്രതിനിധിയാണ്. ഒപ്പം ഒരു വ്യായാമത്തിൻ്റെ ഭാഗമായി വില്യം G. മോർഗനാണ് ഇത് കണ്ടുപിടിച്ചതെന്ന് വായിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനിത് കളിക്കാൻ പോയി, മൂക്കിനടി കിട്ടിയതോടുകൂടി കളി മതിയായി തിരിച്ച് കയറിയില്ല. സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം മുൻ ഇന്ത്യൻ വനിതാ വോളി ക്യാപ്റ്റൻ സലോമി രാമു നിർവഹിച്ചു. ഞാൻ വോളിബോളിലോട്ട് വന്നത് ഒരു ഒരു ആരും പ്രതീക്ഷിക്കാത്ത ഒരു സിറ്റുവേഷൻ കൂടിയാണ് ഞാൻ വന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം, ജിമ്മി ജോർജ്, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. വോളിബോളിൽ കണ്ട ഏവർക്കും ജിമ്മി ജോർജ് വളരെ സുപരിചിതമായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നാടായിരുന്നു എൻ്റെയും നാട്. ഞങ്ങൾ ഒരേ സ്ഥലത്ത് വളർന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ വളരെ ചെറിയ പ്രായത്തിലാണ് ഞാൻ വോളിബോൾ കാണുന്നത് തന്നെ. അപ്പോൾ ജിമ്മി ജോർജ് സർ കളിക്കാൻ ഗ്രൗണ്ടിൽ വരും. അവരുടെ ഫാമിലിയിൽ 10-11 മെമ്പേഴ്സ് ഉണ്ടെങ്കിലും എല്ലാവരും വോളിബോൾ കളിക്കുന്നു, ഒരാളൊഴിച്ച്. അപ്പം അവരെല്ലാം വൈകുന്നേരങ്ങളിൽ പ്രാക്ടീസ് ചെയ്യാൻ വരുന്ന എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. അവരുടെ ഗ്രൗണ്ടും എൻ്റെ വീടും വളരെ അടുത്താണ്. ഡൽഹി തൂഫാൻ ആൻഡ് കേരള യൂണിവേഴ്സിറ്റി കോച്ച് S. മനോജ് മുഖ്യാതിഥിയായി. K. ദീപ, നികേഷ് തമ്പി, M. ശ്യാമളാദേവി, AM ഹാഷിർ, KS ജയപ്രകാശ്, L. അമ്പിളി, S. അജോയ് കുമാർ, G. രമേഷ് കുമാർ, B. വിശ്വനാഥൻ, വിജയലക്ഷ്മി, രഞ്ജിത് കുമാർ എന്നിവർ സംസാരിച്ചു. അനി നിരഞ്ജന നന്ദി പറഞ്ഞു. CD നെറ്റ് ന്യൂസ്, കായംകുളം.